നമസ്കാരം. ദ പ്രസ്സിലേക്ക് സ്വാഗതം. മാതൃഭൂമി ദിനപത്രത്തിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജ് അതൊരു മാർക്കറ്റിംഗ് ഫീച്ചറിന് വേണ്ടി ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. 149ാമത് മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട ആണ് അതിൽ ലേഖനങ്ങളൊക്കെ തന്നെ നൽകിയിരിക്കുന്നത്. ഉൾപേജുകളിൽ തന്നെയാണ് വാർത്തകൾ ആരംഭിക്കുന്നത്. പ്രധാനപ്പെട്ട പേജിൽ നൽകിയിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. CBI വരട്ടെ എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള പുതിയ കണ്ടെത്തലുകൾ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും അത് ഹൈക്കോടതിയിൽ റിപ്പോർട്ടായി സമർപ്പിക്കുകയും ചെയ്ത ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ഉണ്ടാവുകയും അതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെയും വന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നലെ. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആ വാർത്തയെ ഒന്നാമത്തെ പേജിൽ തന്നെ അവതരിപ്പിക്കുന്നത് മാതൃഭൂമി. ശബരിമല സ്വർണ്ണക്കടത്ത് CBI അന്വേഷണം വേണം. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. നടത്തിയത് പെരുംകൊള്ള. പ്രഭാമണ്ഡലത്തിലെയും വ്യാളി രൂപങ്ങളിലെയും സ്വർണവും കൊള്ളയടിച്ചു എന്നുള്ളതാണ്. അതൊക്കെ പുതിയ കണ്ടെത്തലുകളാണ്. അതൊക്കെയാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഇന്നലെ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന. ആ വാർത്തയിലേക്ക് പോയെന്നാൽ ഇങ്ങനെയാണ്: ശബരിമല ശ്രീകോവിലിൽ വാതിൽ, കട്ടിള, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്നും സ്വർണം കവർന്ന കേസിൽ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ആവശ്യപ്പെട്ടിരിക്കുന്നു. കേസ് അന്തർ സംസ്ഥാനവും അന്തർദേശീയവുമായ ബന്ധങ്ങളുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നാണ് ശുപാർശ. അന്വേഷണം വേണം. സംസ്ഥാനത്തു നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇൻ്റലിജൻസിൽ നിന്നാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. നടത്തിയത് പെരുംകൊള്ള. പ്രഭാമണ്ഡലത്തിലെയും വ്യാളി രൂപങ്ങളിലെയും സ്വർണവും കൊള്ളയടിച്ചു എന്നുള്ളത് ഒരു പ്രത്യേക വാർത്തയെ തന്നെ നൽകിയിരിക്കുന്നത്. അത് ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ്. ശബരിമലയിലെ കൊള്ളയുടെ വ്യാപ്തി വലുതാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 9-ാം പ്രതി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, 10-ാം പ്രതി ബെള്ളാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. ക്ഷേത്ര ശ്രീകോവിലിൻ്റെ കട്ടിളയുടെ മൊത്തം 7 പാളികളിലെ സ്വർണമാണ് കവർന്നിരിക്കുന്നത്. കട്ടിളയ്ക്ക് മുകളിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചു. കട്ടിളപ്പാളുകൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളി രൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അവിടെ എത്തിച്ചിട്ടാണ് ഇത്തരത്തിൽ ഇത് സ്വർണം വേർതിരിച്ചെടുത്തത്. പ്രതികൾ ഹാജരാക്കിയ സ്വർണത്തെക്കാൾ കൂടുതൽ സ്വർണം കണ്ടെത്താനുണ്ടെന്നും അതിനായി അന്വേഷണം നടത്തുകയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് സ്വർണം നഷ്ടപ്പെട്ടത് ഇവിടെ നിന്ന് എന്നുള്ള തലക്കെട്ടിൽ ചില കാര്യങ്ങൾ കൂടി, അത്തരത്തിൽ ചില ബുള്ളറ്റ് പോയിന്റ്സുകൾ നൽകിക്കൊണ്ട് മാതൃഭൂമി ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ശബരിമല ശ്രീകോവിൽ വാതിൽ, കട്ടിളയിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പ് പാളികളിൽ നിന്നാണ് സ്വർണം നഷ്ടപ്പെട്ടത്. ഒപ്പം തന്നെ കട്ടിളയുടെ മുകൾ പടിയിൽ ചെമ്പ് പാളിയിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാശിചിഹ്നം ആലേഖനം ചെയ്തിരുന്ന 2 ചെമ്പ് പാളികളിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള പ്രഭാമണ്ഡല പാളിയിൽ നിന്നും സ്വർണം മോഷ്ടിച്ചിരിക്കുന്നു. ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലും അതിന് തെക്കും വടക്കും മൂലകളിലുള്ള പില്ലർ പാടുകളിലുമാണ് ഇതുണ്ടായിരുന്നത് എന്നുള്ള കാര്യം പറയുന്നു. തിരിച്ചു കിട്ടിയ സ്വർണം എന്ന് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയിൽ ഹാജരാക്കിയത് 109.243 ഗ്രാം സ്വർണമാണ്. ബെള്ളാരി ജ്വല്ലറിയിലെ ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ, അയാൾ ഹാജരാക്കിയത് 474.960 ഗ്രാം സ്വർണവുമാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് SIT വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമർപ്പിച്ച ആ റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ, പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തയും ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുകയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിലെ പരാജയം, ഒപ്പം ശബരിമല വിഷയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അതിൽ ഒരു പരിധിവരെ SIR ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഉന്നയിച്ച വളരെ രൂക്ഷമായ ഭാഷയിൽ ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ഒരുമിച്ചിരുത്തി യാത്ര ചെയ്ത കാര്യത്തിലുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും വെള്ളാപ്പള്ളി നടേശനെ വണ്ടിയിൽ കയറ്റില്ലായിരുന്നു എന്ന് ബിനോയ് വിശ്വം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടാൽ ചിലപ്പോൾ ഞാൻ ചിരിക്കും, കൈ കൊടുക്കും, പക്ഷേ വണ്ടിയെ കയറ്റി യാത്ര ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യിക്കേണ്ട കാര്യമില്ല, അത് ഞാൻ ചെയ്യില്ല എന്നുള്ളതായിരുന്നു. ശരിക്കും മുഖ്യമന്ത്രിക്കെതിരെയുള്ള അല്ലെങ്കിൽ ഒരു നിലപാട് പ്രഖ്യാപനം കൂടിയായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് ഇതുവരെയും ഒരുപക്ഷെ അത്തരത്തിൽ ആ നിലയ്ക്ക് ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇന്നലെ അദ്ദേഹം കുറച്ച് കടുത്ത ഭാഷയിൽ അതിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്നുള്ളതായിരുന്നു ആ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകിയത്. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി ചതിയൻ ചന്തുവാണ് എന്നുള്ള ഒരു പരാമർശം ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെയും മറുപടി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്ന CPIക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയ സംഭവത്തെക്കുറിച്ച് താനായിരുന്നെങ്കിൽ അത് ചെയ്യില്ലായിരുന്നെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചതിനെക്കുറിച്ച് പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോഴാണ് ഈ മറുപടി ഉണ്ടായത്. അതേസമയം വെള്ളാപ്പള്ളി CPIയെ ചതിയൻ ചന്തുവെന്ന് വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രി തള്ളിക്കളയുകയും ചെയ്തു. ബിനോയ് വിശ്വമല്ലല്ലോ പിണറായി വിജയൻ, ഞാൻ സ്വീകരിച്ചത് എൻ്റെ നിലപാടാണ്. ബിനോയ് വിശ്വം കാറിൽ കയറ്റിയില്ലായിരിക്കും, വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിൽ ഒരു തെറ്റുമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണെന്ന് ഇപ്പോഴും എൻ്റെ നിലപാട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഞാനായിരുന്നെങ്കിൽ കണ്ടാൽ ചിരിക്കും, കൈ കൊടുക്കും, പക്ഷേ കാറിൽ കയറ്റില്ല. ഇതായിരുന്നു മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിനെ കുറിച്ചുള്ള ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം. CPI ഇടതുമുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണെന്നും ഞങ്ങളുമായി ഊഷ്മളമായിട്ടുള്ള ബന്ധമുള്ള പാർട്ടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPI എന്തെങ്കിലും വഞ്ചനയോ ചതിയോ ചെയ്യുമെന്ന തോന്നൽ തങ്ങൾക്കില്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും CPIയെ ചതിയൻ ചന്തു എന്ന് വിശേഷിപ്പിച്ചത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. വെള്ളാപ്പള്ളി നടേശനാണ് ആ ഒരു കിരീടം ഏറ്റവും കൂടുതൽ 100 വട്ടം ചേരുക എന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം അതിന് മറുപടി നൽകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിക്ക് ആ ഒരു നിലപാട്, വെള്ളാപ്പള്ളിയുടെ ആ ഒരു നിലപാടിനോട് ഐക്യപ്പെടുന്നില്ല താൻ എന്നുള്ളത് അദ്ദേഹം ഇന്നലെ പറഞ്ഞു വെക്കുകയും ചെയ്തു. കസ്റ്റഡി മരണം പോലീസിന് മനുഷ്യാവകാശ ലംഘനമല്ല എന്നുള്ള തലക്കെട്ടിലൊരു വാർത്തയുണ്ട്. വിവരാവകാശ കമ്മീഷന് മുന്നിലും തിരുത്താതെ പോലീസ് എന്നുള്ളതാണ് ആ വാർത്തയുടെ ഒരു സബ് ഹെഡായി നൽകിയിരിക്കുന്നത്. കസ്റ്റഡി മരണം തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പരിധിയിൽ വരില്ല എന്നും അത്തരം വിവരങ്ങൾ നൽകാനാകില്ലെന്നുമുള്ള മുൻ നിലപാട് തിരുത്താതെ പോലീസ്. കസ്റ്റഡി മരണം തുടങ്ങിയ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പരിധിയിൽ വരില്ല എന്നും ഇത്തരം വിവരങ്ങൾ വിവരാവകാശ പരിധിയിൽ അപേക്ഷയിൽ പോലീസ് നിഷേധിച്ചിരുന്നു. ഇതിനെതിരെ വിവരാവകാശ കമ്മീഷന് മുന്നിൽ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ആയിരുന്ന അഡ്വക്കേറ്റ് T അസഫലി അപ്പീലിന് നൽകിയ മറുപടിയിലാണ് മുൻ നിലപാട് പോലീസ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കസ്റ്റഡി മരണവും ഒക്കെ തന്നെ മനുഷ്യാവകാശ ലംഘനമായി കണക്കാക്കാത്തതിൻ്റെ കാരണം സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ചുമതല വഹിക്കുന്ന പോലീസ് സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടില്ല. 2006, 2013, 2016 വർഷങ്ങളിൽ സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം അഴിമതിയും മനുഷ്യാവകാശ ലംഘനവും ഒഴികെയുള്ള വിവരങ്ങൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നൽകേണ്ടതില്ല എന്നുള്ളതാണ് ആ വിശദീകരണത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പാർലമെന്റിലും നിയമസഭയിലും നൽകേണ്ട വിവരങ്ങൾ വിവരാവകാശ അപേക്ഷകൾ നിഷേധിക്കരുതെന്നും നിയമം വ്യക്തമായിരിക്കുമ്പോഴും ആണ് പോലീസിൻ്റെ കസ്റ്റഡി മർദ്ദനത്തിലും മരണത്തിൻ്റെയും ഒക്കെ തന്നെ വിവരങ്ങൾ നിഷേധിക്കുന്നതെന്നും അസഫലി കാണിക്കുന്ന സാഹചര്യമുണ്ടായി. ഇരു കക്ഷികളെയും കേട്ട് വിവരാവകാശ കമ്മീഷനാണ് അപ്പീലിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത്. എന്തായാലും പോലീസിൻ്റെ ഇത്തരത്തിലുള്ള നടപടികളിൽ അത്ഭുതപ്പെടേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ശബരിമല രാഷ്ട്രീയ വിഷയമല്ല എന്നുള്ളൊരു വിഷയത്തിൽ സുകുമാരൻ നായർ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 49ാമത് മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണത്തിലാണ് അത്തരത്തിലൊരു നിലപാട് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്.
സൗമൻ സെൻ കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായിട്ട് വരുന്നു എന്നുള്ള വാർത്തയും ഉണ്ട്. വിമാന കമ്പനികൾക്ക് ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള തലക്കെട്ടിലൊരു വാർത്ത കൂടി മാതൃഭൂമി അവരുടെ ഒന്നാമത്തെ പേജ് നൽകിയിരിക്കുന്നു. പുതുവർഷത്തിൽ വ്യോമയാന ഇന്ധനവില കുത്തനെ കുറച്ചു, 7.3% ഒറ്റയടിക്ക് കുറച്ചത് എന്നുള്ളതാണ് വാർത്തയിൽ പ്രധാനമായും എടുത്തു പറയുന്നത്. ഡൽഹി ദുബായ് യാത്ര പരമാവധി 5 മണിക്കൂറിൽ, വലിയ ജെറ്റുകൾക്ക് ബോയിങ് 747 വിമാനങ്ങൾക്ക് ഏകദേശം പരമാവധി വേണ്ടിവരിക മണിക്കൂറിൽ 23.75 കിലോ ലിറ്റർ, 5 മണിക്കൂറിന് വേണ്ടി വരിക 118.75 കിലോ ലിറ്റർ എന്നുള്ളതാണ്. ഏതാണ്ട് 9 ലക്ഷം രൂപയുടെ ലാഭമാണ് ഒറ്റയടിക്ക് വിമാന കമ്പനികൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ടിക്കറ്റ് നിരക്കിൽ ഒക്കെ തന്നെയും അവരുടെ കൊള്ള ഏത് നിലയ്ക്കായിരിക്കും ഉണ്ടാവുക എന്നത് സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ ഇതൊക്കെ ടിക്കറ്റ് നിരക്കിലെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഗൾഫ് വർത്തമാനമെന്ന അവരുടെ മാതൃഭൂമിയുടെ ഈ രണ്ടാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്, അതായത് ചേർന്ന് നൽകിയിരിക്കുന്നതിൽ ന്യൂ ഇയർ ആഘോഷം ഏറ്റവും വിപുലമായും ഏറ്റവും മനോഹരമായും നടത്തിയത് UAE തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വിവിധ എമിറേറ്റുകളിൽ നിരവധിയായിട്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെട്ടത്. അതൊക്കെയും ഏറ്റവും മനോഹരമായി തന്നെ, ഏറ്റവും ചിട്ടയോടുകൂടി തന്നെ, ഏറ്റവും സുരക്ഷിതമായി തന്നെ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, ലോകത്തിന് തന്നെ ഒരു മാതൃകയാകുന്ന രീതിയിൽ തന്നെ ആ ഒരു ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ആ വാർത്തയും അതിൻ്റെ ചിത്രങ്ങളും ഒക്കെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വിവിധ എമിറേറ്റുകളിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഏറ്റവും കളർഫുള്ളായി ആ പേജ് തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തിളങ്ങി UAE, അബുദാബിക്കും റാസൽ ഖൈമയ്ക്കും വേൾഡ് റെക്കോർഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സബ് ഹെഡായി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ നിന്ന് പുതുവർഷത്തിൻ്റെ ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു ഒക്കെ തന്നെയും ചോദിക്കുന്ന അല്ലെങ്കിൽ വിവരിക്കുന്നതാണ് ആ വാർത്ത. ഒപ്പം ദുബായിലെ പൊതു ഇടങ്ങൾ ശുചീകരിക്കുന്നതിന് വേണ്ടി 3000-ൽ പരം തൊഴിലാളികൾ അണിനിരന്നുകൊണ്ട് ആ ശുചീകരണ പ്രവർത്തനം ഏറ്റവും മനോഹരമായി തന്നെ നടപ്പിലാക്കുകയും ചെയ്തു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് സിറ്റിയെ തിരികെ എത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതും പ്രധാനപ്പെട്ടൊരു വാർത്തയായി തന്നെ അതോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട് മാതൃഭൂമി. UAE പുതുവർഷ കൺമണിയായി സയ്യിദ്, പിന്നാലെ ഹംദാൻ എത്തി. UAE പുതുവർഷ കൺമണിയായി സയ്യിദ്. അബുദാബിയിലെ ഖലീജ് മെഡിക്കൽ സിറ്റിയിൽ 2026 പിറന്ന കൃത്യം 12 മണിക്ക് ജനിച്ച സയ്യിദ് എന്ന കുഞ്ഞ്, അതും ആ കുഞ്ഞിൻ്റെ പുതുവർഷത്തിൽ പിറന്ന കുഞ്ഞിൻ്റെ ആ വിവരങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ട് വാർത്ത നൽകിയിട്ടുണ്ട് ഈ മാതൃഭൂമി. ഉൾപേജുകളിലേക്ക് വന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിരമിക്കൽ പ്രായം കൂട്ടുന്നു എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്തയുണ്ട്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വിരമിക്കൽ പ്രായം കൂട്ടാൻ സർക്കാർ നടപടി. പ്രതിഷേധം മറികടക്കാൻ പൊതു ഉത്തരവിറക്കാതെ ഓരോ സ്ഥാപനത്തെയും പ്രത്യേകം പരിഗണിച്ച് തീരുമാനമെടുക്കുക ആണ് ആ ഒരു നടപടിയായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഇത്തരത്തിലൊരു പൊതു ഉത്തരവിറക്കിയാൽ അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാതിരിക്കാൻ കഴിയില്ല. കാരണം പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല, ഭരണപക്ഷത്തുള്ള സംഘടനകൾക്ക് പോലും ഒരുപക്ഷെ പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങളിലെത്തും. അതുകൊണ്ട് തന്നെ ഒരു പൊതു ഉത്തരവ് ഇറക്കാതെ ആ ഒരു ഓരോ സ്ഥാപനത്തെയും പ്രത്യേകമായി കണക്കാക്കിക്കൊണ്ട് ആ ഒരു നടപടിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് തോൽവി CPM-നോട് വിയോജിച്ച ഘടകകക്ഷികളും എന്നുള്ളതാണ് ഒരു തലക്കെട്ട് വാർത്തയായി നൽകിയിരിക്കുന്നത്. ശബരിമല തിരിച്ചടിയായെന്നും ഭരണവിരുദ്ധ വികാരമുണ്ടായെന്നും LDF യോഗത്തിൽ വിമർശനം ഉയർന്നു. ഘടകകക്ഷി നിലപാട് CPI-യിൽ റിപ്പോർട്ട് ചെയ്ത് ബിനോയ് വിശ്വം എന്നുള്ളതാണ്. ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താ സമ്മേളനം ഉൾപ്പെടെ ഇന്നലെ നടന്നിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. രാജ്യത്തിന് പുതിയ സംരംഭം, കമ്മ്യൂണിറ്റി മാനേജ്ഡ് വെർച്വൽ അതോറിറ്റിക്ക് രൂപം നൽകി എന്നുള്ള വാർത്ത അബുദാബിയിൽ നിന്നുമുണ്ട്. സാമൂഹിക വർഷത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി മാനേജ്ഡ്
വെർച്വൽ അതോറിറ്റിക്ക് രൂപം നൽകി UAE എന്നുള്ളതാണ് ആ വാർത്തയിൽ പ്രധാനമായി നൽകി. ഒപ്പം തന്നെ UAEയിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ തുടക്കം കുറിച്ച ദിവസം കൂടിയായിരുന്നു ഇന്നലെ. അതിൽ UAEയിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് നിരോധനം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നൽകിയിരിക്കുന്നത്. രണ്ടാം ഘട്ടം നടപ്പാക്കി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ തന്നെ പുതുവത്സര ആശംസകൾ നേതാക്കളൊക്കെ തന്നെയും ഇന്നലെ നേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഗൾഫ് വർത്തമാനം പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം ആഘോഷം സുരക്ഷിതം, മികച്ച സംവിധാനങ്ങൾ ഒരുക്കി പോലീസ് എന്നുള്ള തലക്കെട്ടിൽ കഴിഞ്ഞ ദിവസത്തെ ന്യൂ ഇയർ ആഘോഷവും അതിൻ്റെ ഒരുക്കിയിരുന്ന സുരക്ഷയും ഉൾപ്പെടെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമാണ്. അതും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട്. ജുമാ നമസ്കാരത്തിൻ്റെ സമയം ഇന്ന് മുതൽ മാറ്റം വരുത്തിയിരുന്നു. അത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അതിൻ്റെ വാർത്തയും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട്. പുതുവത്സരാഘോഷ സമയങ്ങളിൽ ഒപ്പം ഏറ്റവും കൂടുതൽ, അതായത് പൊതുഗതാഗത സംവിധാനത്തെ ആണ് കൂടുതലായും ആളുകൾ ആശ്രയിച്ചത്. ഏതാണ്ട് 28 ലക്ഷം ആളുകൾ പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിച്ചിരുന്നു. അതിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടൊരു വാർത്തയും മാതൃഭൂമി ഗൾഫ് വർത്തമാന പേജിൽ നൽകുന്നുണ്ട്. എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ പ്രവാസി ക്ഷേമത്തിൽ നിഴൽ വീഴരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഡിറ്റോറിയൽ അവതരിപ്പിച്ചിരിക്കുന്നത് മാതൃഭൂമി എന്നുള്ളതാണ്. 2008 നിയമസഭ പാസാക്കിയ പ്രവാസി ക്ഷേമ നിയമപ്രകാരം സ്ഥാപിച്ച് സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള പ്രവാസി ക്ഷേമ ബോർഡ്. പ്രവാസികൾക്കായി പെൻഷനും മറ്റ് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാണ് ഇത് സ്ഥാപിച്ചത്. പെൻഷൻ പദ്ധതിയുടെ നടത്തിപ്പിൽ ചില വീഴ്ചകൾ ഉണ്ടായതായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. പരാതികൾ അവഗണിക്കുന്നതിന് പകരം തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ മുളയിലെ നുള്ളിക്കളയാനുള്ള ശുഷ്കാന്തിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. എല്ലാ മാസവും 5-ാം തീയതി ലഭിച്ചിരുന്ന പെൻഷൻ കുറച്ച് മാസമായി ഏറെ വൈകിയാണ് ലഭിക്കുന്നതെന്ന പരാതി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാർത്ത മാതൃഭൂമി നൽകിയിരുന്നു. അതവർ ഇന്ന് അതിൻ്റെ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് അത് എഡിറ്റോറിയലായി കൂടി അവതരിപ്പിക്കുകയാണ്. പ്രവാസി പെൻഷൻ പദ്ധതിയുടെ നടത്തിപ്പിൽ ചില വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെ ആ ഗൗരവത്തിൽ കണക്കാക്കേണ്ടതുണ്ട്. 5-ാം തീയതിയാണ് പെൻഷൻ നൽകിയിരുന്നത്. പക്ഷേ അതിനുശേഷം മാസം അവസാനത്തിലേക്ക് വന്നിരുന്നു. പക്ഷേ ഈ ഡിസംബർ മാസത്തിൽ അത് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. നവംബറിലെ പെൻഷൻ ഡിസംബറിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ വാർത്തയിൽ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അത് പ്രധാനമായും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. സ്ലീപ്പർ റെഡി എന്നുള്ള തലക്കെട്ടിൽ വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പർ ട്രെയിനുകൾ വരുന്നു എന്നുള്ള വാർത്തയാണ് നൽകുന്നത് മാതൃഭൂമി. ആദ്യ സ്ലീപ്പർ വന്ദേ ഭാരത് ഗുവാഹട്ടി കൊൽക്കത്ത റൂട്ടിലാണ് ആരംഭിക്കുക. അത് വളരെ വേഗം തന്നെ അത് നടക്കും. അപ്പോൾ തന്നെ ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹം ഇന്നലെ ആണ് ആ കാര്യം വെളിപ്പെടുത്തിയത്. അതും ഈ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകുന്നുണ്ട്. ബുള്ളറ്റ് ട്രെയിൻ 2027 സർവീസ് ആരംഭിക്കും എന്നുള്ളതാണ്. ഓഗസ്റ്റ് 15-ാം തീയതി സർവീസ് ആരംഭിക്കുമെന്നാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത്. അതും ആ വാർത്തയോടൊപ്പം തന്നെ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ സ്ലീപ്പർ ട്രെയിനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി അതോടൊപ്പം തന്നെ മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗത ഉറപ്പാക്കുന്ന രീതിയിലാണ് സ്ലീപ്പർ ട്രെയിൻ തയ്യാറാക്കിയിരിക്കുന്നത്. 16 കോച്ചുകളാണ് ഇതിലുണ്ടാവുക. 2300 മുതലാണ് ഇതിൻ്റെ നിരക്ക് വരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. ഈ വർഷം തന്നെ 12 സ്ലീപ്പർ തീവണ്ടികൾ കൂടി ഉണ്ടാകും എന്നുള്ള കാര്യവും ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇൻഡോറിൽ മലനിരജല ദുരന്തവുമായി ബന്ധപ്പെട്ട് 13 ആളുകൾ മരിച്ച സംഭവം വളരെ വേദനാജനകമായിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. ഇൻഡോർ ഏറ്റവും ശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഏറ്റവും വൃത്തിയുള്ള സിറ്റി എന്നുള്ള നിലയിൽ തന്നെ ഖ്യാതി കേട്ട ഒരു സ്ഥലം കൂടിയായിരുന്നു. പക്ഷേ അവിടെയാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തമുണ്ടായത്. അത് വലിയ രീതിയിൽ ഗൗരവത്തോടു കൂടി തന്നെ അത് അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെ പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി നൽകുന്നുണ്ട്. മലിനജലത്തിലൂടെയാണ് ഈ മരണമുണ്ടായത്. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ചെന്നൈയിൽ ഇതിന് സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. കർണാടകയിൽ ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ട്. മൈസൂരിലും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മലിനജലത്തെ തുടർന്ന് നിരവധി ആളുകൾ മരിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഡേറ്റ ചേർത്ത് വച്ചിട്ടുണ്ട്.
പുതുവത്സരാഘോഷം തിരുവനന്തപുരത്ത് വാഹനാപകടങ്ങളിൽ 5 മരണം ഉണ്ടായിരുന്നു. അതിൻ്റെ വാർത്ത അവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ നാളികേര വില ഇടിയുന്നു, കർഷകർ ആശങ്കയിൽ എന്നുള്ളതാണ് മറ്റൊരു വാർത്തയായി നൽകിയിരിക്കുന്നത്. വെളിച്ചെണ്ണയുടെയൊക്കെ വില വലിയ തോതിൽ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അഘട്ടത്തിൽ നാളികേരത്തിൻ്റെ വില കുതിച്ചുയരുന്ന സാഹചര്യവും കർഷകർക്ക് വലിയ രീതിയിൽ അത് ആശ്വാസമാകുന്ന സാഹചര്യവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നാളികേരത്തിൻ്റെ വില ഇടിയുന്നു എന്നുള്ള തരത്തിലാണ് മാതൃഭൂമി ഇപ്പോൾ ഒരു വാർത്ത നൽകിയിരിക്കുന്നത്. ടിക്കറ്റില്ലാതെ തീവണ്ടി യാത്ര ചോദ്യം ചെയ്ത പോലീസുകാരനെ കുത്തി പരിക്കേൽപ്പിച്ചു, പ്രതി പിടിയിൽ. കോട്ടയത്ത് നിന്നുള്ള വാർത്തയാണ്. തീവണ്ടിയിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തതോടെ ഇറങ്ങാൻ നിർദ്ദേശിച്ച പോലീസുകാരനെ കത്തി ഉപയോഗിച്ച് കുത്തി. കൊല്ലം റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ സനൽകുമാറിനാണ് ഇത്തരത്തിൽ പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ല. സംഭവത്തിൽ കൊല്ലം തൈക്കാട് കൊടുമൺ സ്വദേശി കൊടുമൺ മുരളീധര ഭവനം വീട്ടിൽ അനിൽകുമാറിനെ 56 വയസ്സാണ് അയാൾക്ക് കോട്ടയം റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്ത സാഹചര്യമുണ്ടായി. ആ വാർത്തയും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. സ്പോർട്സ് പേജിലേക്ക് വന്നാൽ ചെൽസിയുടെ പരിശീലകനായിട്ടുള്ള എൻസോ മരസ്കെ പുറത്താക്കി എന്നുള്ള വാർത്തയാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ നെയ്മർ സാന്റോസിൽ തുടരുമെന്നുള്ള വാർത്തയും അതിൻ്റെ ഏറ്റവും മേളിൽ തന്നെ നൽകിയിരിക്കുന്നു. ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പ്രധാനപ്പെട്ട വാർത്തയായി ഈ കായിക പേജിൽ നൽകിയിരിക്കുന്നത്. ഇത്തവണ സൂപ്പർ ആകില്ല. ISL ചിലവുകൾ കുറച്ച് കളിക്കാൻ കുറച്ച് ക്ലബ്ബുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ലൂണ ഇത്തവണ ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. അദ്ദേഹം മറ്റൊരു ലീഗ് കളിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വേറൊരു ടീമിലേക്ക് പോകുന്നു എന്നുള്ളതാണ്, വിദേശ ക്ലബിലേക്ക് അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ് അതിന് കാരണമായി പറഞ്ഞു പോകുന്നത്. കളിക്കാർ നിരവധിയായി കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ ചെലവുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ആണ് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് നൽകിയിരിക്കുന്ന ശമ്പളം ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതും ഇഘട്ടത്തിലെടുത്ത് പറയണം. സ്വിറ്റ്സർലൻഡിൽ ഇന്നലെ ഏതാണ്ട് 40 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു തീപിടുത്തം ന്യൂ ഇയർ ആഘോഷവേളയിൽ ഉണ്ടായിരുന്നു. 100-ലധികം പേർക്ക് ആ ഒരു അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ വാർത്തയും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകുന്നുണ്ട് മാതൃഭൂമി. ഖുറാനെ തൊട്ട് സത്യപ്രതിജ്ഞ. ന്യൂയോർക്കിലെ ചരിത്രം കുറിച്ച് സുഹാൻ മംദാനി ഇന്നലെയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹം മേയറായി തന്നെ ചുമതലയേൽക്കുന്നതിൻ്റെ ന്യൂയോർക്ക് നഗരത്തിൻ്റെ പുതിയ മേയറായി അദ്ദേഹം ചുമതലയേൽക്കുകയായിരുന്നു. ആ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരിക്കുന്നു. പുതിനെ ലക്ഷ്യമിട്ട് ആക്രമണം, വെടിവെച്ചിട്ട് ഡ്രോണിൻ്റെ ദൃശ്യം പുറത്തുവിട്ട് റഷ്യ എന്നുള്ളതും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ വിദേശം പേജിൽ നൽകുന്നുണ്ട്. മാധ്യമത്തിൻ്റെ ഒന്നാമത്തെ പേജ് അതിൻ്റെ 75% ഏതാണ്ട് പരസ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിൽ 2 വാർത്തകളാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത്. വിമാനത്താവളങ്ങളിലെ പരിശോധന, കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ക്യാമറ നിർബന്ധമാക്കി എന്നുള്ളതാണ് ആദ്യത്തെ വാർത്ത. ഒപ്പം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ കൊൽക്കത്ത ഗുവാഹത്തി റൂട്ടിൽ സർവീസ് നടത്തും എന്നുള്ളതാണ്. ആ വന്ദേ ഭാരതിൻ്റെ ഒരു ചിത്രം ഉൾപ്പെടെ അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഉൾപേജുകളിലേക്ക് വന്നാൽ വർണ്ണമഴയായി പുതുവർഷാഘോഷം എന്നുള്ളതാണ് UAE-യിലെ ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയ തലക്കെട്ട്. റാസൽ ഖൈമ പുതുവത്സരാഘോഷത്തിന് 8ാം വർഷവും ഗിന്നസ് നേട്ടം. ഒപ്പം ഗ്ലോബൽ വില്ലേജിൽ 7 തവണ വെടിക്കെട്ട്. ലോക റെക്കോർഡോടെ പുതുവർഷത്തെ വരവേറ്റ അബുദാബി. പുതുവത്സരാവിൽ ദുബായ് പൊതുഗതാഗതം ഉപയോഗിച്ചത് 28 ലക്ഷം പേർ തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയും പ്രധാനപ്പെട്ട വാർത്തകളായി തന്നെ നൽകിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ NTVയും ഈ വാർത്തകളൊക്കെ തന്നെയും വളരെ കാര്യമായി തന്നെ നൽകിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. മാധ്യമത്തിൻ്റെ പ്രധാനപ്പെട്ട പേജിലേക്ക് വന്നാൽ അവിടെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 1.5 കിലോ സ്വർണം എവിടെ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള പിടിച്ചെടുക്കാനായത് 584.203 ഗ്രാം മാത്രം. വാങ്ങിയവരുടെ പേര് വെളിപ്പെടുത്താതെ പോറ്റിയും ഭണ്ഡാരിയും എന്നുള്ളതാണ്. അവരുടെ SITയുടെ റിപ്പോർട്ടിന് അടിസ്ഥാനമാക്കിയാണ് ഈ വാർത്ത ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. PM ശ്രീ കരാർ ഒപ്പിട്ടതിൽ തെറ്റുപറ്റിയെന്ന് MV ഗോവിന്ദൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അത് ഒരു തെറ്റുതിരുത്തൽ കൂടിയാണ്. ആ നിലപാട് നേരത്തെ പറഞ്ഞിരുന്ന കാർക്കശി നിലപാടല്ല. ആ നിലയ്ക്കുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് മുന്നണി കൂടി സർക്കാരിനെ പറ്റി തെറ്റാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മുന്നണി അത് തിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്.
വയനാട് പുനരധിവാസം ഒന്നാം ഘട്ടം ഫെബ്രുവരിയിൽ 300 വീടുകൾ കൈമാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത്. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൻ്റെ ഭാഗമായി ടൗൺഷിപ്പ് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 300ഓളം വീടുകളും അനുബന്ധ സൗകര്യങ്ങളും പൂർത്തീകരിച്ച് ഒന്നാം ഘട്ട ഫെബ്രുവരിയിൽ ഗുണഭോക്താക്കൾ കൈമാറുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. കൽപ്പറ്റ ബൈപ്പാസിന് സമീപം ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 410 വീടുകളും അനുബന്ധ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ടൗൺഷിപ്പ് എന്നുള്ളതാണ് ഈ വാർത്ത. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യമാണ്. പക്ഷേ മാതൃഭൂമി ആ ഒരു വിഷയമേ തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ വീട് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ നിൽക്കുമ്പോൾ ഒരു തരത്തിലുള്ള ജാളിതയുമില്ലാതെ ഒരു MLA വന്നിരുന്ന് നിരന്തരം കള്ളങ്ങൾ പറയുമ്പോൾ പോലും അതിനെ കൃത്യമായ രീതിയിൽ വാർത്ത പോലും ആകാത്ത രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നതും ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ടി സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ കൃത്യമായും പറഞ്ഞിരുന്നത് 30-ാം കോൺഗ്രസിൻ്റെ സ്ഥാപക ദിനത്തിൽ വീടിന് തറക്കല്ലിടും അല്ലെങ്കിൽ നിർമ്മാണം ആരംഭിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം 30-ാം തീയതിക്ക് ശേഷം ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ അത് അന്നാണ് ആഗ്രഹം നടത്തണമെന്നുള്ള ആഗ്രഹമാണ് തങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം അന്ന് തിരുത്തി പറഞ്ഞത്. പക്ഷേ ഞാൻ ആ വാർത്താ സമ്മേളനത്തിൽ ആ നിലയ്ക്ക് കണ്ടതില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആണയിട്ട് ആ ഒരു നുണ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത് രണ്ടും വെച്ചുകൊണ്ട് ആ 2 വീഡിയോകളും സമൂഹ മാധ്യമത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇങ്ങനെ നിരന്തരമായി ഇത്തരത്തിൽ കള്ളങ്ങൾ പറയുന്ന നേതാക്കൾ അവർക്കൊരു തരത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടാകുന്നില്ല എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന വീടുകൾ എവിടെയെന്നുള്ള ചോദ്യം സ്വാഭാവികമായും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ 300 വീടുകൾ ഫെബ്രുവരി തന്നെ കൈമാറും, ടൗൺഷിപ്പ് നിർമ്മാണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞപ്പോഴും ആ വാർത്ത ഒരിടത്ത് പോലും മാതൃഭൂമി ഉൾക്കൊള്ളിക്കാതെ പോവുകയും ചെയ്തത്. മാധ്യമം എന്തായാലും ആ വാർത്ത നൽകിയിട്ടുണ്ട്. പൗരന്മാരുടെ നേതൃത്വത്തിൽ പുതിയ അതോറിറ്റി പ്രഖ്യാപിച്ച് പ്രസിഡന്റ് രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ UAE നിന്നുള്ള വാർത്തയായി തന്നെ മാധ്യമം നൽകി. രാജ്യത്ത് പ്രായപൂർത്തി 21 നിന്നും 18 വയസ്സാക്കി കുറച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇന്നലെ ഇറങ്ങിയിരുന്നു. ഇന്നലെ നമ്മളും ആ വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിരുന്നു. മാധ്യമവും ആ വാർത്ത നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ ചെറ്റത്തരത്തിനില്ല മുഖ്യമന്ത്രി, വോട്ടിന് വേണ്ടി വർഗീയവാദികളുമായി കൂട്ടുചേരില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP നേട്ടത്തിൻ്റെ പിറകിലെ കറുത്ത കരങ്ങൾ കോൺഗ്രസിൻ്റേത് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അടൂർ പ്രകാശിൻ്റേത് ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ വരുമ്പോഴുള്ള ആക്ഷേപം എന്നാണ്. തന്നെ ചോദ്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി ഓഫീസ് ഇടപെട്ടുകൊണ്ടാണ് എന്നുള്ളതാണ് അടൂർ പ്രകാശ് ഇന്നലെ പറഞ്ഞിരുന്നത്. അതിനുള്ള മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിൽ നൽകിയത്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം ഏറ്റവും വളരെ പ്രാധാന്യത്തോടെ 5-ാമത്തെ പേജിൽ വിപുലമായി തന്നെ നടത്തി, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ആ വാർത്താ മാധ്യമം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മംദാനിയുടെ പുതുമ നിറഞ്ഞ സ്ഥാനാരോഹണം. പ്രചാരണകാലത്ത് ന്യൂയോർക്കിലേക്ക് ദേശീയ സുരക്ഷാ സേനയെ അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന ട്രംപ് വികസന ജനക്ഷേമ തത്വശാസ്ത്ര നിലപാടിൽ നടപ്പിൽ വരുത്താൻ മംദാനി മുന്നിട്ടിറങ്ങുമ്പോൾ സംഘർഷപാത ഉചിതമല്ല എന്ന് മനസ്സിലാക്കുന്ന ലക്ഷണങ്ങളാണുള്ളത്. മംദാനിയുടെ ആ ഒരു വരവ് അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ചെറുതല്ല. അത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശവും ചെറുതല്ല എന്നുള്ളതാണ് പ്രധാനമായും മാധ്യമം അവരുടെ എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ചുമ മരുന്നിന് ഇനി കുറിപ്പടി വേണം എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേദനയ്ക്കും പനിക്കുമുള്ള ജനപ്രിയ മരുന്നുകൾക്കും നിരോധനം എന്നുള്ളതും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നൽകുന്നുണ്ട് മാധ്യമം. ചുമ മരുന്ന് വിപണിയിൽ നിയന്ത്രണത്തിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രംഗത്ത് വരികയാണ്. ഡോക്ടറുടെ കുറിപ്പടി വേണ്ടാത്ത ഡ്രഗ് റൂൾസിലെ അത് കുറിപ്പടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഈ മരുന്നുകൾ ലഭ്യമാകുകയുള്ളൂ. ഒപ്പം തന്നെ പനിക്ക് മേടിക്കുന്ന വേദനയ്ക്കും പനിക്കും എന്തെങ്കിലും തരത്തിലുള്ള വേദനകളും പനികളൊക്കെ ഉണ്ടായി തന്നെ സ്വാഭാവികമായി വാങ്ങുന്ന ചില മരുന്നുകളുണ്ട്. അതിനൊക്കെ തന്നെയും നിരോധനം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് കൂടി ആരോഗ്യ മന്ത്രാലയം വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.
വമ്പ് കാണിക്കാൻ കേരളം ഒറ്റക്കൊമ്പൻ്റെ നാട്ടിലേക്ക്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരചിത്രം തെളിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. 79ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് അസമിൽ പന്തുരുളാനിരിക്കെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ നിറച്ച് കേരളവും ഗോദയിലേക്ക്. കഴിഞ്ഞ വർഷത്തെ കലാശ പോരാട്ടത്തിൽ ബംഗാളിനോട് പൊരുതിത്തോറ്റ് ഹൈദരാബാദിലെ പുൽത്തകടിയിൽ വീണ കണ്ണീരിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഉറച്ചാണ് മല്ലൂസ് ഇത്തവണ വടക്ക് കിഴക്കൻ മണ്ണിലേക്ക് വണ്ടി കയറുന്നത് എന്നുള്ളതാണ്. ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിരിക്കുന്നു എന്നുള്ള കാര്യം ആ വാർത്ത പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ബ്രസീലിയൻ ഫുട്ബോൾ താരം കാർലോസ് ഹൃദയ ശസ്ത്രക്രിയയെ തുടർന്ന് ആശുപത്രിയിലാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നൽകിയിട്ടുണ്ട്. പുതുവർഷ പുലരെയും നാടിന് നടത്തിയ ഒരു വാഹനാപകടം, ശബരിമല തീർത്ഥാടകരുടെ ബസ് മറിഞ്ഞ് 10 പേർക്ക് പരിക്കേറ്റ സംഭവമുണ്ടായി. തൊടുപുഴയിലാണ് അപകടമുണ്ടായത്. അതിൻ്റെ വാർത്തയും ദൃശ്യങ്ങളും ഉൾപ്പെടെ നൽകുന്നുണ്ട് മാധ്യമം. ഇന്നത്തെ പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.